അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കായിരുന്നു. അപ്പോൾ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈഫിൻ്റെ. അപ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖോട് അതെല്ലാം കഴിഞ്ഞു. 13-ാം തീയതി ആയിരുന്നു ഡേറ്റ് പറഞ്ഞത്. 10-ാം തീയതി പോയി അഡ്മിറ്റ് ആകാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 9-ാം തീയതി എമർജൻസി ആയി പോയി അഡ്മിറ്റ് ആകേണ്ടി വന്നു. അന്ന് തന്നെ സർജറി ആയിരുന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ അല്ലാഹു തആല തന്നു. അപ്പോൾ അൽഹംദുലില്ലാ അതിലൊരു സന്തോഷത്തിലും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ദ്വാരക്കുക. അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. നടക്കാൻ വയ്യാത്ത ആളുകൾക്കൊന്നും എന്തില്ല, കുട്ടികളുണ്ടാവാൻ പാടില്ല. പിന്നെ ചില ഡോക്ടർമാർ ഒലിക്കും ചില സംശയങ്ങൾ. അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇതിനെ കുട്ടികൾ ഒരു പ്രത്യേകമായ പരിഹാസങ്ങളും ഹോസ്പിറ്റലിൽ കൂടെയൊക്കെ പോകുമ്പോൾ നോട്ടങ്ങളും. അപ്പോൾ നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളേക്കാനൊക്കെ വലിയൊരാൾ അള്ളാഹു എന്ന് പറയുന്ന ഒരാൾ മേലുണ്ടെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കതിനുള്ള മറുപടി പഠിച്ച തമ്പുരാൻ തരും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരാളെപ്പോലും ഉപദ്രവിക്കാതെ സത്യസന്ധമായി ജീവിച്ചാൽ അള്ളാഹു ഒരിക്കലും അങ്ങനെയുള്ള ആളുകളെ കൈവിടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും നമ്മളാരും പരിഹസിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആള് നല്ല ഉറക്കത്തിലാണ് മക്കളെ, നല്ല ഉറക്കത്തിലാണ്. പാലൊക്കെ കുടിച്ചിപ്പോൾ ഇങ്ങനെ ഉറങ്ങുകയാണ് അവള്.